രണ്ട് വീഡിയോകൾ നിങ്ങളൊന്ന് ശ്രദ്ധിച്ച് കേൾക്കണേ. പ്രസവ വേദനയെടുത്ത് കതബ് എന്ന് പറഞ്ഞാല് പലകപ്പുറത്ത് പ്രസവിക്കാൻ വേണ്ടി നിർത്തിയിരിക്കുന്ന പെണ്ണ്. പ്രസവ സമയമായി 10 മാസമായി. ആ സമയത്ത് ഭർത്താവ് ഒന്ന് ആഗ്രഹിക്കുന്നു, നീയുമായി ഒന്ന് ബന്ധപ്പെട്ടാൽ കൊള്ളാമെന്നൊരു ആഗ്രഹമുണ്ടെങ്കിൽ ആ സമയത്ത് പോലും ഭർത്താവിന് വേണ്ടി നീ വഴങ്ങിക്കൊടുക്കണമെന്നാണ് പ്രവാചകൻ പഠിപ്പിക്കുന്നത്. പ്രസവ വേദനയെടുത്ത് ഈ പ്രവാചകനെ നമ്മളൊന്ന് അന്വേഷിച്ചെന്ന് പറഞ്ഞേക്കണേ. ചുമ്മാ ഒരു രസത്തിന് വേണ്ടിയിട്ട് പറഞ്ഞതാണ്. അപ്പോൾ ഒഴിവാക്കരുത് കേട്ടോ. അത് EP അബൂബക്കർ ഖാസിമിയുടെ പ്രസംഗമാണ്. ഒരു 10 മാസം കഴിഞ്ഞ് 10 മാസമൊന്നും പോകത്തില്ല. ഒരു നോർമൽ ഡെലിവറി എന്ന് പറഞ്ഞാൽ 9 മാസവും 10 ദിവസവുമാണ്. പോട്ടെ, അതൊന്നും ശ്രദ്ധിക്കാൻ സാറിന് സമയമില്ല. അപ്പോൾ ഉസ്താദ് വേറെ മൂഡിലാണ്. അപ്പോൾ അങ്ങനെ രണ്ട് ജീവനുമായി മല്ലിടുന്ന സമയത്ത് പോലും ഭർത്താവ് അങ്ങനെ ഒരു ആവശ്യം പറഞ്ഞാൽ അവൾ അതിന് നിന്നു കൊടുക്കേണ്ടവളാണ് എന്നാണ് ഉസ്താദ പറഞ്ഞത്. അങ്ങനെയാണ് പ്രവാചകൻ പഠിപ്പിച്ചിരിക്കുന്നത്. ശരി, ഈ വാർത്തയും കൂടി കേൾക്കൂ. അക്യൂപങ്ചർ ചികിത്സാ രീതിയിലൂടെ പ്രസവം നടത്താൻ ശ്രമിച്ച് അമ്മയും കുഞ്ഞും മരിച്ച സംഭവത്തിൽ നവജാത ശിശുവിന്റെ മൃതദേഹം പുറത്തെടുത്ത് പരിശോധന നടത്താൻ ശുപാർശ. കുഞ്ഞിന്റെ മരണകാരണം ഇപ്പോഴും അവ്യക്തമായി തുടരുന്നതിലാണ് ഫോറൻസിക് വിഭാഗം പരിശോധനയ്ക്കൊരുങ്ങുന്നത്. മുഹ്സിനയുടെ പ്രസവം നടന്ന് 6ാം ദിവസം കുഞ്ഞ് മരിക്കുകയായിരുന്നു. വിവരങ്ങളുമായി സാനുക്ക് സജീവിച്ചിരുന്നു. സാനു, തൃശൂരിലെ അക്യൂപങ്ചർ പ്രസവ ചികിത്സയ്ക്ക് പിന്നാലെ ഉണ്ടായ ആ മരണത്തിൽ അമ്മയും കുഞ്ഞുമാണ് മരിച്ചത്. സംഭവത്തിൽ നവജാത ശിശുവിന്റെ മൃതദേഹം പുറത്തെടുത്ത് പരിശോധന നടത്താനാണ് ഇപ്പോൾ ശുപാർശ നൽകിയിരിക്കുന്നത്. കുഞ്ഞിന്റെ മരണകാരണം ഇപ്പോഴും അവ്യക്തമായി തുടരുകയാണ്. സാനുക്ക് സജീവമുണ്ടെന്നാണ് മനസ്സിലാക്കുന്നത്. സാനു, നമുക്കറിയാം ഈ ഒരു പ്രാകൃതമായ ചികിത്സാ രീതി പിന്തുടർന്നുകൊണ്ട് അതിന് പിന്നാലെ ഉണ്ടായ ആ ഒരു മരണമാണ്. അതിൽ ഈ കുഞ്ഞിന്റെ മരണത്തിന് കാരണം എന്താണെന്നതിൽ അവ്യക്തത തുടരുകയാണ്. ആ ഒരു അവ്യക്തതയ്ക്ക് പിന്നാലെ ആ ഒരു പരിശോധനയ്ക്ക് വേണ്ടി ശുപാർശ ചെയ്തിരിക്കുകയാണ്. മൃതദേഹം പുറത്തെടുത്ത് പരിശോധന നടത്താനാണ് ശുപാർശ, അല്ലെ? തീർച്ചയായിട്ടും അമലെ, അതിലേക്കാണ് കാര്യങ്ങൾ ഉരുത്തിരിഞ്ഞു വരുന്നത്. അതിലെ പ്രധാന കാര്യം, അതായത് ഇത്രയും ആധുനിക ചികിത്സാ സംവിധാനങ്ങളൊക്കെ ഇത്രയധികം സജീവമായ ഒരു കാലഘട്ടത്തിൽ ഈ വ്യാജ അക്യുപഞ്ചർ ചികിത്സയിലൂടെ 8 കുഞ്ഞുങ്ങൾക്ക് ജന്മം നൽകി ഈ മുഹ്സിന എന്നുള്ളത് അതീവ ഗുരുതരമായിട്ടുള്ള അതീവ ഗൗരവത്തോടെ നമ്മൾ കാണേണ്ട സംഭവമാണ്. കാരണം കേട്ടുകഴിവില്ലാത്ത തരത്തിലുള്ള വലിയ രീതിയിലുള്ള ബുദ്ധിമുട്ട് ആ 37-കാരിയായിട്ടുള്ള യുവതി ഈ ഒരു ചികിത്സാ രീതി അവലംബിച്ചതിലൂടെ അവർ അനുഭവിക്കേണ്ടി വന്നു എന്നും ഈ മുഹ്സിനയുടെ ബന്ധുക്കൾ വ്യക്തമാക്കിയിട്ടുണ്ട്. 21ാമത്തെ വയസ്സിൽ വിവാഹിതയായ മുഹ്സിന ഈ 37 വയസ്സിനിടെ 8 കുഞ്ഞുങ്ങൾക്കാണ് ജന്മം നൽകിയിട്ടുള്ളത്. ഈ 8 കുഞ്ഞുങ്ങളിൽ 4 കുഞ്ഞുങ്ങൾ മാത്രമേ ഇപ്പോൾ ജീവിച്ചിരിപ്പുള്ളൂ എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുള്ളത്. ബാക്കി കുട്ടികളെല്ലാം മരണത്തിന് വിവിധ ഘട്ടങ്ങളിൽ കീഴടങ്ങിയിട്ടുണ്ട്. വ്യാജ അക്യുപഞ്ചർ ചികിത്സയാണ്. മലപ്പുറത്ത് കേന്ദ്രമായി പ്രവർത്തിക്കുന്ന ഒരു സ്ഥാപനമാണ് ഇത്തരത്തിൽ അവർക്ക് ചികിത്സ നൽകിയിട്ടുള്ളത്.